ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ വിഷ്ണു ശാലിനിയുടെ പുതിയ ഭാഗമാണ്. അങ്ങനെ നമ്മുടെ പപ്പിക്കുട്ടിയും സത്യക്കുട്ടിയും കൂടെ നമ്മുടെ വിഷ്ണുവിൻ്റെ ചേച്ചിയമ്മയെ തിരക്കി അവർ ഒരു പഴയ സ്കൂൾ ഫോട്ടോ മാത്രമാണ് കയ്യിലുള്ളത്. അപ്പം വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ശാലിനിയുടെ വലിയ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ താഴെ വീണതിൻ്റെ എല്ലാം പൊട്ടിയത്, ശാലിനിയുടെ മുഖമൊന്നും അങ്ങനെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഇങ്ങനെ നമ്മുടെ പപ്പിക്കുട്ടി പറയുന്നുണ്ട് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോ കയ്യിലുണ്ടോയെന്ന്. അങ്ങനെ വിഷ്ണു കാണിക്കുന്ന മറ്റൊരു ഫോട്ടോ, അത് ഒരു സ്കൂൾ തലത്തിലെ ഫോട്ടോയാണ്. ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഈ കുട്ടികൾ പിന്നെ പറയുകയാണ് നമുക്കിത് വെച്ച് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാമെന്ന്. അങ്ങനെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. എന്നിട്ട് ചെന്ന് ആ പോലീസിൻ്റെ SIയോട് പറയുകയാണ് ഇങ്ങനെ ഞങ്ങൾക്കൊരു രേഖാചിത്രം തയ്യാറാക്കണമെന്നൊക്കെ. അപ്പോൾ SI പറയുന്നുണ്ടാവുന്നു ഇവിടെ നടക്കത്തില്ല മക്കളെ, നിങ്ങൾ തിരികെ നിങ്ങൾ എന്താക്കി തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കള്ളന്മാരെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ വരയ്ക്കുന്നതോ അതുപോലെ ഞങ്ങൾക്കും ഒരു ഡ്രോയിങ് ചെയ്ത് തരണമെന്നൊക്കെ പറയുമ്പം അയാൾ പറയുന്നു മാക്സിമം അയാൾ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരു പോലീസുകാരന് മനസ്സിലാവുന്നുണ്ട് ഇത് കളക്ടറുടെ മകൾ പിന്നെ സത്യയാണെന്ന്. അങ്ങനെ ആ പോലീസുകാരൻ വന്ന് നമ്മുടെ SIയോട് പറയുന്നുണ്ട്, സാർ ഇത് വേറെ ആരുമല്ല നമ്മുടെ ജില്ലാ കളക്ടറുടെ മകളാണെന്ന്, എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കും സാർ എന്നൊക്കെ പറയുമ്പം തന്നെ എന്നാൽ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അയാൾ വീണ്ടും ഈ കുട്ടികളെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ ഒന്നും ഈ കുട്ടികൾ തെറ്റിച്ച് പോകുന്നില്ല. എന്നിട്ട് ഈ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങളിത് വെറുതെ ഇരിക്കുന്നത്. അപ്പോൾ പറയാം വെറുതെ ഇരിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് വെറുതെ ഇവിടെ ഇരിക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ പാവം കരുതി ആ പോലീസുകാരൻ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആ വരയ്ക്കാനുള്ള ഒരാളവിടെ ഉണ്ട്, അയാളെ വിളിക്കട്ടെ എന്ന് പറയും. അങ്ങനെ അയാളെ വിളിച്ചിട്ട് ഇപ്പോൾ പറയുകയാണ്, അയാളെ വിളിച്ചിട്ട് ഈ നമ്മുടെ ശാലിനിയുടെ കുഞ്ഞു നാളിലത്തെ ഫോട്ടോ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫോട്ടോ കൊടുക്കുമ്പോൾ ആ വരയ്ക്കുന്ന ആൾ പറയുന്നുണ്ട്, ചിത്രകാരൻ പറയുന്നുണ്ട് ഇത് വരച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഇച്ചിരി സമയം പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിന്നെ സത്യയും പപ്പിക്കുട്ടിയും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് ഏതാ എവിടെ എന്നാണെന്ന് അറിയുന്നതിന് വേണ്ടി. അങ്ങനെ ചിത്രകാരൻ ആ ഫോട്ടോ എടുത്തിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു തുടങ്ങുകയാണ്. അങ്ങനെ വരച്ചു തുടങ്ങുമ്പം കുട്ടികൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇപ്പം തീരുമെന്ന് പറഞ്ഞ്. ആ സമയത്ത് ആ ചിത്രകാരൻ്റെ വരപ്പ് അവിടെ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സത്യഭാമയുടെയും മറ്റേ വിഷ്ണുവിൻ്റെയും കുറച്ച് ഭാഗങ്ങളാണ്. അങ്ങനെ വിഷ്ണുവിനോട് സത്യഭാമ പറയുന്നുണ്ട്, നിൻ്റെ കല്യാണം ഞാൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്, നിനക്കുള്ള സമയമൊക്കെ അവസാനിക്കുന്നു, നിനക്ക് അമാവാസി എന്ന് പറഞ്ഞ ഒരു 8 ദിവസം ഞാൻ തന്നിട്ടുണ്ട്, ഇനി അതിന് 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ, നീ എന്തിനാ ഇങ്ങനെ 6 വർഷം നിന്നെ വേണ്ടാത്ത ശാലിനിക്ക് വേണ്ടിയാണോ നീ കാത്തിരിക്കുന്നത്, നീ ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ അതെന്താ മരിച്ചോ എന്നൊന്നും പോലും അവൾ അന്വേഷിക്കുന്നില്ലല്ലോ, പിന്നെ നിനക്ക് എന്തിനാണ് അങ്ങനൊരു ബന്ധം, നീ എന്തിനാ ഈ ശാലിനിയെ വീണ്ടും വീണ്ടും നോക്കിയിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചില്ല പറഞ്ഞൊക്കെ ഈ സത്യാമ്മ നോക്കിയാണ് വിഷ്ണുവിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അമ്മേ അത് നമ്മൾ മാത്രം ചിന്തിച്ച പോലെ അവളുടെ അവസ്ഥ അല്ലെങ്കിൽ അവളുടെ സാഹചര്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ, ഇതുവരെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ, പിന്നെ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും സത്യാമ്മ വീറും വാശിയോടും ദേഷ്യത്തോടും കൂടി പറയുകയാണ്, നിനക്കുള്ള സമയം എന്തായാലും അവസാനിക്കാൻ ഇനി 2 ദിവസമുണ്ട്, അതിനിടയിൽ നിനക്ക് പറ്റുവാണെങ്കിൽ മാത്രം നീ ശാലിനിയെ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്ത് എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിന് മറുപടി ഒന്നും പറയാൻ കഴിയുന്നില്ല. വിഷ്ണു എവിടെ അന്വേഷിക്കുമെന്നുള്ള രീതിയിൽ വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്, എന്തായാലും ശരി തന്നെ, അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിഷ്ണു ഒന്ന് അന്തം വിടുന്നുണ്ട്. എന്നാലും പിന്നെ അമ്മ കാണിക്കുന്ന പെണ്ണിനെ കെട്ടേണ്ടി വരുമെന്നുള്ളത് അവനും അറിയാം. കാര്യം ശാലിനിയെ കാണാനുള്ള സമയം അമാവാസി വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും തനിക്കൊന്ന് ശാലിനിയെ ദൂരെ നിന്ന് കണ്ടിട്ട് ശാലിനിയെ വിളിച്ചിട്ട് പോലും അവൾ വണ്ടി നിർത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ കാണിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ആ ചിത്രകാരൻ വരയ്ക്കുന്ന ചിത്രത്തിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏതാണെന്നൊന്നും. പക്ഷേ ചിത്രകാരൻ വരയ്ക്കുന്ന ചിത്രം നമ്മൾ നോക്കുമ്പോൾ തന്നെ ഡ്രോയിങ്ങിൽ ശരിക്കും ആ രേഖാചിത്രം നമ്മുടെ ശാലിനിയുടെ അതേ ഫേസിൽ തന്നെയാണ് ചിത്രകാരൻ വരച്ചത്. ആ കുഞ്ഞുനാളത്തെ ഫോട്ടോ കണ്ടെങ്കിലും അതേ വലുതാകുമ്പോൾ മെച്യൂരിറ്റി ആകുമ്പോൾ അതെങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ ചിത്രകാരൻ ശാലിനിയുടെ പിക്ചർ തന്നെയാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ചിത്രകാരൻ പറയുന്നുണ്ട് ഇപ്പം കഴിയും ഉടനെ കഴിയാറായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ ക്ഷമാപൂർവ്വം ആ പിക്ചർ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വിഷ്ണുവും പിന്നെ സത്യാമ്മയും കൂടെയുള്ള ഡയലോഗിൽ തന്നെ വിഷ്ണു പറയുന്നുണ്ട്, അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രം, വിഷ്ണുവിനെ കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല, അമ്മയെന്നല്ല
ലോകത്തുള്ള ഒരു മനുഷ്യരും ചിന്തിച്ചിട്ടില്ല വിഷ്ണു എന്താണ് ഏതാണ് എങ്ങനെയാണെന്നുള്ള രീതികളൊക്കെ. അപ്പോൾ സത്യമ്മ പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ വീട്ടിൽ എല്ലാവരുമുണ്ട്, നിനക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നീ എന്താണ് ശാലിനി, നിന്നെ ഒന്ന് അന്വേഷിച്ച് പോലും വരുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ അവൾക്ക് വേണ്ടി ഇങ്ങനെ തപസ്സിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അതാണമ്മേ സ്നേഹം എന്ന് പറയുന്നത്, ഞാൻ അത്രത്തോളം ശാലിനിയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവും ഡയലോഗ് അടിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ രേഖാചിത്രം ഹാജരാക്കിയിട്ട് ചിത്രകാരൻ കുട്ടികളുടെ കയ്യിൽ ഫോട്ടോ കാണിക്കാൻ വരുമ്പോൾ നമ്മുടെ ചന്ദ്രബോസ് വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രബോസ് നോക്കുമ്പോൾ ശാലിനിയുടെ പിക്ചർ, ചന്ദ്രബോസ് ഒത്തിരി ദേഷ്യപ്പെട്ട് ആ പിക്ചർ ചുരുട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെ കാണിക്കാൻ അത് കൂട്ടാക്കൊന്നുമില്ല. ഇതാണ്